അങ്ങനെ എല്ലാവർക്കും മൈ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ അതെ ഞാൻ മുടിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് വൈകി പോയി എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്ന കാരണമൊന്നുമില്ല. എനിക്ക് സമയം കിട്ടുമ്പോഴോ ഇതൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, അതപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെ അവിടെ തോർത്ത് കിടപ്പുണ്ട് കേട്ടോ, അലങ്കോലമായിട്ട് കിടപ്പോ. ഇത് പകലെടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ഇപ്പം തന്നെ ഒന്ന് എടുക്കാലോ. രാത്രിയാണ്, മഴയുണ്ട്, പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൽ വെട്ടവും കിട്ടുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. എല്ലാവരും ചോദിക്കുന്ന കാര്യം എത്രാം ക്ലാസ് തൊട്ടാണ് മുടി വളർത്താൻ തുടങ്ങിയതെന്ന്. ഞാൻ വളർത്താൻ തുടങ്ങിയത് +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ ശരിക്കും മുടി വളർത്താൻ തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നീളം ഉണ്ടായിരുന്നു, ഉള്ളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ എൻ്റെ മുടി ഒന്ന് വെട്ടിയായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടില്ല. പിന്നെ ഓരോ പരീക്ഷണങ്ങളും അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഇപ്പം നല്ല രീതിയിൽ ഇപ്പം അത്യാവശ്യം ഉള്ളും ഒരു നീളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ച കാര്യം എന്തൊക്കെയാണ് മുടിയിൽ തേക്കുന്നതെന്നാണ്. ഞാൻ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കഞ്ഞിവെള്ളവും ഉലുവയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഞ്ഞിവെള്ളവും ഉലുവയുടെയും കാര്യം. അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയാൽ നല്ല രീതിയിൽ അവർ പറഞ്ഞു തരും. നല്ല രീതിയിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറയും. ഇപ്പം ഞാനിപ്പം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കഞ്ഞിവെള്ളം, ഉലുവ, പിന്നെ ആണെങ്കിൽ പേരയില വെള്ളം, പിന്നെ താളി. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ 2 സാധനമാണ്. ഒന്ന് ചെമ്പരത്തി താളി, പിന്നെ കഞ്ഞിവെള്ളവും ഉലുവയും. ഈ 2 കാര്യമാണ് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ കാര്യം. എന്നു പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ള ആൾക്കാർ നല്ല എന്താ പറയുക താളിയൊക്കെ തേക്കുമായിരുന്നല്ലോ. പണ്ട് ഞാൻ എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് അമ്മായി തേച്ച് തന്നിട്ടുള്ള കാര്യമാണ് കുറുന്തോട്ടിയും താളി, പിന്നെ ചെമ്പരത്തി താളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നപ്പോൾ നല്ല രീതിയിൽ എനിക്ക് മുടി നല്ല അത്യാവശ്യം നീളം, ഉള്ള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആരുമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ശേഷം എനിക്ക് എൻ്റെ മുടി നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് മുട്ടും എൻ്റെ വീട്ടിൽ വരുമ്പോഴും പിന്നെ സമയം കിട്ടുമ്പോഴും മാത്രമാണ് ഞാൻ ആ മുടിയിൽ എന്തെങ്കിലുമൊക്കെ തേക്കുക. മുടിയിൽ ഏത് ചീപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ചീപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ കൈ കൊണ്ട് എങ്ങനെയാണ് ചെട കളയുന്നതെന്നാണ് ചിലർ ഊഹം. എന്നു പറഞ്ഞ് എനിക്ക് നല്ല നീളമില്ല, അന്ന് പറ്റത്ത് ചെട പിടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ചെടയൊക്കെ പിടിക്കും. ഞാനത് കൈ കൊണ്ട് ഞാൻ കളയും, അല്ലെങ്കിൽ നമുക്ക് ചീപ്പ് എടുത്തിട്ട് നമുക്ക് കളയാനാണ്. കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെട കളയുന്നതെന്ന് കേട്ടോ. ഞാൻ മേളീന്ന് താഴോട്ട് ചെയ്യത്തില്ല, താഴേന്ന് ചെടയെല്ലാം കളഞ്ഞ് പിന്നെ മേളീന്ന് ചീകി വരുമ്പോൾ നമുക്ക് ചെട മാറും. ഇതിൻ്റെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ തലയിൽ എണ്ണ വെച്ചു. ഞാൻ എപ്പോഴും അങ്ങനെ എണ്ണ വെക്കാറില്ല. എന്നു പറഞ്ഞാൽ മുടി നല്ല രീതിയിൽ ഒരു ചെമ്പ് കളറാവുമ്പോൾ എനിക്ക് മനസ്സിലാവും മുടിയിൽ എണ്ണ തേക്കണം. അതാ ഞാനിപ്പോൾ മുടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറന്നായിരിക്കും കേട്ടോ. ഇന്നാണെങ്കിൽ മുടിയിൽ എണ്ണ തേച്ചു, താളി തേച്ചു, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ബുഷൊന്നും ഇട്ടിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു പിന്നൽ കെട്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ കുറേ പേര് ഡൗട്ടാണ് ഞാൻ എങ്ങനെയാണ് മുടി വളർത്തുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഇപ്പം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നു പറഞ്ഞാൽ തൈറോയ്ഡുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എനിക്ക് മുടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പരീക്ഷണവും നടത്തുന്നില്ല. എൻ്റെ തൈറോയ്ഡ് മാറിക്കഴിയുമ്പോൾ ഞാൻ
ഒന്നുകൂടി സ്റ്റാർട്ടിങ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തന്നെ പിന്നെ ഒരു കാര്യം, എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എന്താ ഇപ്പം പറയാ, കുറേ പേര് പറഞ്ഞു ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റണം, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് പോലെ ഇട്ടാൽ മതി, മുടിയുടെ ഇടയ്ക്ക് ഇട്ടാൽ മതി. കുറേ പേര് പറഞ്ഞു നിന്റെ വ്ലോഗ് നീ എന്തൊക്കെ ചെയ്യുന്നു കാണിക്കുന്നത്, നിനക്ക് എന്തൊക്കെ പറയാം, അതെല്ലാം നീ ഒരു വ്ലോഗായിട്ട് ഇടണം. ചിലർ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഇടണം. ഇതിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അതുമല്ല, നമ്മൾ മുടിയിൽ എന്തെങ്കിലുമൊക്കെ തേക്കാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ തന്നെ മുടിയിൽ നല്ല രീതിയിൽ നമ്മൾ ആദ്യം നോക്കണം, നമ്മുടെ മുടിയിൽ എന്താണ് പ്രശ്നം, എന്താണ് കുറവ് എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം. മുടി പൊട്ടുന്നുണ്ടോ, മുടിയിൽ താരനുണ്ടോ, ചൊറിച്ചിലുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. പണ്ട് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായതും കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത്യാവശ്യം ഉള്ള മുടിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഏതൊരു പരീക്ഷണം ചെയ്താലും ആദ്യം തന്നെ നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ തൊള്ളിയെടുത്ത് കയ്യിൽ ഒഴിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമണം. എന്നപ്പോൾ ചൂടാകും. അത് എന്നിട്ട് നമ്മുടെ തലയോട്ടിലും മുടിയിലും പിന്നെ മുടിയുടെ അടിയിലും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ അടുത്ത പരീക്ഷണത്തിലോട്ട്. എൻ്റെ അമ്മ അവിടെ നോക്കുന്നു, അതുകൊണ്ട് എനിക്ക് ചിരി വരുന്നു. നമ്മൾ എന്തെങ്കിലും പരീക്ഷിച്ച് തല തേക്കുമല്ലോ, അതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് തേച്ചൊന്ന് പിടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. പിന്നെ മസാജൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.